ഹായ് ഫ്രണ്ട്സ്, അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോർട്ടിവയുടെ ഷുഗർ മൂവർ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഷുഗർ മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുന്ന പഞ്ചസാര മൂവ് ചെയ്യാൻ ശേഷിയുള്ളവൻ എന്ന് വേണം ഇതിനെ വിളിക്കാം. അതാണ് ഇതിൻ്റെ പേരും അതിൻ്റെ കോൺസെപ്റ്റും അത് തന്നെയാണ്. കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ന്യൂട്രിയൻസ് ചെടി വലിച്ചെടുക്കുന്നത് ഒരു പഞ്ചസാര രൂപത്തിലാണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് രൂപത്തിൽ നമുക്ക് പറയാം. ഈ ഗ്ലൂക്കോസ് രൂപത്തിൽ വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസിനെ പെട്ടെന്ന് ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാനായിട്ട് ശേഷിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവന് ഈ പേരിട്ടേക്കുന്നത്. ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ബോട്ടിലിൻ്റെ പുറവശം നമ്മൾ നോക്കുകയാണെങ്കിൽ ബോറോൺ ഒരു 10% കൊടുത്തിട്ടുണ്ട്, pH ഒരു 8.5 കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ട്രേസ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. അതാണോ ഇതിൻ്റെ ബോറോൺ? ആ ഒരു ബോറോൺ കൊണ്ട് മാത്രം നമ്മൾ ഈ ഷുഗർ മൂവർ എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ശരിക്കും ഇതിനകത്ത് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, വേറെ റിസൾട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിനൊരു ലേബിൾ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്തുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. ബോറോൺ ഒരു 10% എത്തലാമിൻ ഫോമിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോറോണിൻ്റെ ഒരു ഫോർമുലേഷനാണ് ബോറോൺ എത്തലാമിൻ എന്ന് പറയുന്നത്. ആ ഒരു ഫോർമുലേഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് കൂടാതെ പ്ലാന്റ് ഹോർമോൺ ആയിട്ടുള്ള സൈറ്റോകൈനും വന്നിട്ടുണ്ട്. 0.3%, 0.003%ലാണ് വന്നിരിക്കുന്നത്. അതേപോലെ മൊളിബീനിയം, നമ്മളിപ്പോൾ സാധാരണ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതൊരു 0.04% വന്നിട്ടുണ്ട്. പിന്നെ നൈട്രജൻ ഒരു 3% വന്നിട്ടുണ്ട്. കോപ്പർ ഒരു 0.2% വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി. അപ്പം ഇതെന്താണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചെടികളിലെ ഒരു ചില ചെടികൾ കാണാം പെട്ടെന്ന് ഭയങ്കര ഒരു ഗ്രോത്ത് എടുത്തു പോയി എല്ലിലോട്ട് കുറവ് കാണിക്കുകയും ചെയ്യുന്ന ചെടികളെ അതിനെ ഗ്രോത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സിഗ്നൽ കൊടുത്തിട്ട് പ്രൊഡക്ഷനിലോട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഒരു പരിപാടി. ശരിക്കും നമ്മൾ ചെടികൾ കൂടുതൽ സിഗ്നലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്റേണലി ഇവനൊരു സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വളർച്ച കുറച്ചോ എന്നിട്ട് നീ കായ് സെറ്റിങ്സിലോട്ട് പോക്കോ എന്നുള്ള രീതിയിൽ ഒരു സിഗ്നൽ കൊടുക്കാനായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബോറോൺ എത്തലാമിൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മുടെ ചെടിയിൽ ബോറോൺ വളരെ അത്യന്താപേക്ഷമാണ്, ഏലച്ചെടിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഈ ബോറോണിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോറോൺ കുറവുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടായിട്ട് ഇത് പരാഗണം നടന്നാലും പൊഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഫെർട്ടിലൈസ് ആകാൻ ശേഷിയില്ലാത്ത പൂക്കളായിരിക്കും അങ്ങനെയുള്ള പൂക്കൾ. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ട് ബോറോൺ കൊടുക്കുകയാണെങ്കിൽ ആ പൂക്കളെ നല്ല രീതിയിൽ ഫെർട്ടിലൈസ് ആകാൻ ശേഷിയുള്ള പൂക്കൾ ധാരാളമായിട്ടുണ്ടായിട്ട് ഈ പൂക്കൾ പരാഗണം നടന്ന് കറക്റ്റായിട്ട് സെറ്റാകുകയും നല്ല സൈസുള്ള പൂക്കളായതുകൊണ്ട് നല്ല സൈസുള്ള ക്യാപ്സൂൾ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ ഡ്രോപ്പിങ്സ് വരുന്ന സമയങ്ങളിൽ നമ്മൾ ബോറോണും കാൽസ്യം കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ബോറോണും കാൽസ്യം കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചില ചെടികളിൽ ഡ്രോപ്പിംഗ് സ്റ്റോപ്പ് ആകുന്നതാണ് കേട്ടോ. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂലമാണ് ബോറോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോറോൺ എത്തലാമിൻ ഫോമിലാണ് വന്നിരിക്കുന്നത്. സാധാരണ ഓർഡിനറി ബോറോണും എത്തലാം ഫോമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഓർഡിനറി ബോറോണിനെക്കാട്ടിൽ 5 ടൈം ഫാസ്റ്റർ ആയിരിക്കും. അത്രയും സ്പീഡിൽ ഒരു 5 മടങ്ങ് വേഗത്തിൽ ചെടിക്ക് അപ്ടേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ് ബോറോൺ എത്തലാമിൻ എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് മഴയുള്ള സമയങ്ങളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് ചെടി എടുത്ത് അതിനൊപ്പം റെസ്പോണ്ട് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഈ ബോറോൺ എത്തലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ബോറോൺ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ഹോർമോൺ ആയിട്ടുള്ള സൈറ്റോകൈനാണ്. നമുക്ക് സൈറ്റോകൈൻ്റെ മെയിൻ പരിപാടി സെല്ലിൻ്റെ ഒരു ഡിവിഷനാണ്, അല്ലെങ്കിൽ പുതിയ സെല്ലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ചെടികളിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകും. പിന്നെ ചെടികളുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിച്ച് അതിന് ആവശ്യമുള്ള ഗ്രോത്ത്, ആവശ്യമുള്ള റീപ്രൊഡക്ഷനുള്ള സിഗ്നലിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മൊളിബീനാണ്. നമുക്കറിയാം മൊളിബീൻ നമ്മൾ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കാണുന്ന മൂലമാണ്. വളരെ പെർസെൻറ്റേജ് കുറവിലായിരിക്കും എല്ലായിടത്തും കാണുന്നത്. ഈ മൊളിബീൻ നമ്മുടെ ചെടി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഫോളിയാറുകളിലൊക്കെ നൈട്രേറ്റ് ഫോമിലല്ലാതെ അമോണിക്കൽ ഫോമിലുള്ള നൈട്രജൻ ചെല്ലുവാണെങ്കിൽ അത് ചെടിക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അമോണിക്കൽ ഫോമിൽ വരുന്ന നൈട്രജനെ അത് കൺവേർട്ട് ചെയ്ത് നൈട്രിക് ഫോമിലാക്കി കൊടുക്കുകയാണ് മെയിൻ പരിപാടി. അപ്പോൾ ആ ചെടിക്ക് നൈട്രിക് ഫോമിലുള്ള നൈട്രജനാണ് എടുക്കാൻ കഴിയുന്നത്. നൈട്രജൻ ചെടിക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്കും ചെടി വീണ്ടും ഫ്ലവർ ചെയ്യുകയും ഗ്രോത്ത് കാണിക്കുകയൊക്കെ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ചെടിക്ക് ഫ്ലവറിങ്ങിന് നൈട്രജൻ അത്യന്താപേക്ഷമായിട്ടുള്ള മൂലമാണ്. അപ്പം അങ്ങനെയുണ്ട്. ഇത് കൂടാതെ നൈട്രജൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3% നൈട്രജനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ നൈട്രജൻ ശരിക്കും നമ്മുടെ ചെടിയിൽ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യും. നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു കായ് പിടിക്കണം നല്ലൊരു പുഷ് ചെടിക്ക് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നൈട്രജൻ കുറഞ്ഞ വളങ്ങൾ, മഴക്കാലമാണെങ്കിൽ നൈട്രജൻ കുറച്ച് കുറവുള്ള വളങ്ങൾ ഉപയോഗിക്കും, നൈട്രജൻ ഇല്ലാത്ത വളങ്ങൾ അധികം ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് കാരണം. അപ്പോൾ നൈട്രജൻ്റെ ഒരു പേരിൻ്റെ ഒരു നൈട്രജനും കൊടുത്തിട്ടുണ്ട്. പിന്നെ കോപ്പറാണ് ഇതിനകത്ത് വന്നത്, ഈ DT ഫോമിലുള്ള കോപ്പർ. ഈ കോപ്പർ ഒരു 3 രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന്, ഒരു ന്യൂട്രിയൻ്റ് ആയിട്ട്, കോപ്പർ ന്യൂട്രിയൻ്റ് ആയിട്ട് നമ്മുടെ ചെടിയുടെ കായ്കൾക്ക് കളറും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കോപ്പർ നമുക്ക് ചെടിക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ന്യൂട്രിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം കോപ്പർ ഒരു ചിലേറ്റഡ് കോപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു സെമി ഫംഗിസൈഡ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അപ്പോൾ ഒരു ചെറിയ ഫംഗൽ നമ്മൾ ഈ ന്യൂട്രിയൻ ഈ ഒരു കോമ്പിനേഷൻ കൊടുത്താൽ ഒരു ഫംഗൽ പ്രശ്നം ഉണ്ടാകാതെ
ഈ ചെടി ഒന്ന് സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോപ്പർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ ബാക്ടീരിയ സൈഡായിട്ട് കോപ്പർ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇത് ഉണ്ടാകില്ല. നമ്മൾ ശരമൊക്കെ ഇത് ശരത്തിലൊക്കെ അടിച്ച് വെക്കുമ്പോൾ ശരം തെളിഞ്ഞു വരാനുള്ള ഒരു കാരണം കൂടി ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇത് കൂടാതെ കോർട്ടിവ കമ്പനി നമ്മൾ അറിയാത്ത ഒരു ടെക്നോളജിയും കൂടി ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് സോസ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. നമ്മുടെ ചെടികളിൽ വരുന്ന കാർബോഹൈഡ്രേറ്റിനെ അവർ റീഡയറക്റ്റ് ചെയ്ത് ചെടിയുടെ എക്കണോമിക്കൽ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ കായ ഉണ്ടാകുന്ന ഭാഗങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചെടി നല്ല രീതിയിൽ കാ പിടിക്കാനുള്ള ഒരു സെറ്റപ്പും കൂടെ നമുക്ക് ചെടിക്ക് ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ഒരു ടെക്നോളജിയാണ് സീക്രട്ട് സോസ് എന്ന് പറഞ്ഞവർ കൊടുത്തേക്കുന്നത്. ആ ഒരു ടെക്നോളജിയിൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എല്ലാം ശരത്തിലോട്ട് എത്തുകയും നല്ല രീതിയിൽ കായ് സെറ്റിങ്സിലോട്ട് വരികയൊക്കെ ചെയ്യുന്നൊരു ടെക്നോളജിയാണ് അത്. അങ്ങനെ വളരെയധികം ന്യൂജൻ ടെക്നോളജികളും വളരെയധികം എന്നാ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഷുഗർ മൂവർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 200 മില്ലിയാണ് അതിൻ്റെ ഡോസേജ് വരുന്നത്. ഇതിൻ്റെ ഒരു പാക്കിംഗ് സൈസ് നോക്കുവാണെങ്കിൽ 200 മില്ലി, 400 മില്ലി, 800 മില്ലി അങ്ങനെ രീതിയിലാണ് ഇതിന് പാക്കിംഗ് വരുന്നത്. ഏകദേശം ഒരു 800 മില്ലിക്ക് 950 രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റ് കൂടിയാണ്. അപ്പം അങ്ങനെ വളരെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ പലരും ഉപയോഗിച്ചിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഉപയോഗിച്ചവരൊക്കെ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പുതുതായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇത് നല്ലതാണെങ്കിലും ചീത്തയായിട്ടും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.